ഹായ് ഓൾ, എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ തീമിലാണ് ഒരു ബോട്ടിലാട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ ചെയ്തെടുത്താണ് കേട്ടോ, ഹരിബറിയായിട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽസ് ആണ് കേട്ടോ. പെയിൻറ്റ് ഒഴിഞ്ഞിട്ടുള്ള ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിങ്ങനെ ആയി കിട്ടും കേട്ടോ, ക്ലീൻ ആയി കിട്ടും. ഇൻ കേസ് ഇനിയിപ്പോൾ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഹോട്ട് വാട്ടറിൽ ഇട്ട് വെച്ചാൽ മതി. ചെറിയ കൈ തൊടാൻ പറ്റുന്ന പാകമല്ലേ, അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ പെയിൻറ്റൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് വരും. പിന്നെ സ്റ്റിക്കേഴ്സ് പൊളിച്ച് കളഞ്ഞിട്ട് അതുമ്പോൾ എന്തെങ്കിലും ഗമ്മ് പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ വൂൾ ഉണ്ടല്ലോ, നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്റ്റീൽ വൂള്, അത് വെച്ചൊന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്ലീനായി കിട്ടിക്കോളും. അപ്പോൾ നമ്മളിവിടെ ബോട്ടിൽ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടിൽ വേണമെന്നില്ല, ഏത് ബോട്ടിലും ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ബോട്ടിൽമേൽ ഇങ്ങനെ എഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുമ്പോൾ ഞാനൊരു പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ ഒരു സ്റ്റാറാണ് വരയ്ക്കുന്നത്. അപ്പോൾ സ്റ്റാറിൻ്റെ വരയ്ക്കാൻ അറിയാത്തവർ നോക്കിക്കോളൂ. ജസ്റ്റ് ഒരു എ പോലെ നമ്മൾ എഴുതും. എയുടെ ആ ഒരു വര ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ രണ്ട് സൈഡുകളും നമ്മൾ ആ എയുടെ എൻഡിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു 2-3 സ്റ്റാറുകൾ ഇതുപോലെ വരയ്ക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലോ എങ്ങനെയാണ് സ്റ്റാർ കിട്ടുകയെന്ന് വെച്ചാൽ അതുപോലെ വരയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് പേപ്പറിൽ വരച്ചിട്ട് എടുത്തിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ മാർക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടായാലും നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 സ്റ്റാർ ഈ ബോട്ടിലുമേ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആയാലും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബോട്ടിലുമേ ഒരു നമ്മൾ റമദാൻ കരീംന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പെന്ന് വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ, സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കറോ വെച്ച് എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതാം കേട്ടോ ബോട്ടിൽ. അപ്പോൾ ഇനി പെർമനൻറ്റ് മാർക്കർ അല്ല, സ്കെച്ച് പെൻ അങ്ങനെ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ലാസ്റ്റ് പെയിൻറ്റ് അതിൻ്റെ മുകളിലൂടെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ ഒരു സ്റ്റാറും പിന്നെ ഒരു 3 പിന്നെ റമദാൻ കരീമുമാണ് എഴുതി കൊടുത്തത്. 3 ബോട്ടിൽ എടുത്തു. അതിനുശേഷം ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പെയിൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് കുറച്ചധികം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു സിൽവർ പേൾ കളറാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ആയിക്കോളും. അപ്പോൾ താഴെ വീണു കേട്ടോ പെയിൻറ്റ്, അത് കുറച്ചധികം വീണപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് വെച്ചാണത്. പിന്നെ അതവിടെ ഉണങ്ങിപ്പോലും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആ സ്റ്റാറും ഇതൊക്കെ വരച്ചത് പെയിൻറ്റ് വെച്ചിട്ടാണെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ബോട്ടിലിൻ്റെ ഉള്ളിൽ ആദ്യം കളർ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് പുറത്ത് എഴുതുന്നതും ഡ്രോയിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആയാലും മതി കേട്ടോ. ഉള്ളിൽ നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പെയിൻറ്റിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിലോട്ട് നമ്മൾ തിരിച്ചൊഴിക്കാൻ പോകണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ താഴോട്ട് ഇങ്ങനെ വീഴുന്നത് നമുക്ക് കാണാം. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമ്മളുടെ റൊട്ടേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോട്ടിൽ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗവും ആക്കിയതിന് ശേഷം ഇങ്ങനെ ആ ബോട്ടിലോട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ള് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പെയിൻറ്റ് മുഴുവൻ നമ്മുടെ ബോട്ടിലോട്ട് തിരിച്ച് വീഴുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കൊടുത്തു. ഇനി അടുത്തതിൽ നമുക്ക് ഒരു ഗോൾഡ് കളർ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കളറുകളൊക്കെ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഉള്ളിൽ കൊടുക്കുന്ന കളറുകളും പുറത്ത് കൊടുക്കുന്ന കളറുകളൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ കളർ ഒഴിക്കുമ്പോൾ കുറച്ച് അധികം വേണമെന്നുള്ളൂ. പക്ഷേ പെയിൻറ്റ് അത്ര അധികം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ അധികം പെയിൻറ്റൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഇത് ആക്കി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വരുന്ന പെയിൻറ്റ് നമ്മൾ തിരിച്ച് കളക്ട് ചെയ്യല്ലേ, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ പെയിൻറ്റിൻ്റെ ബോട്ടിൽ ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ബോട്ടിലോട്ട് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും എക്സസ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളുടെ പെയിൻറ്റിൻ്റെ ബോട്ടിലല്ല, നമ്മൾ ഇതിനേക്കാളും വലിയ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പാത്രത്തിലോട്ട് നമ്മൾ ഈ ബോട്ടിൽ കമത്തി വെക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന പെയിൻറ്റ് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അധികം സമയം വെയിറ്റ് ചെയ്താൽ അത് ഡ്രൈ ആയി പോവും. അധികം സമയം വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഒരുവിധം വന്ന് കഴിയുമ്പോൾ തന്നെ 1-2 മിനിറ്റിൽ തന്നെ അത് വന്നോളും. 1 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പോഴേക്കും നമ്മളുടെ വന്നോളും. അതെടുത്ത് നമ്മൾ റീകളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ ബോട്ടിൽ എക്സസ് ആയിട്ടുള്ളത് ഞാനൊരു 1 മിനിറ്റ് ഇതുപോലെ വെച്ചു, കുഴപ്പമൊന്നുമില്ലാതെ ആക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക.
ഒന്നെത്തുമ്പോൾ സ്റ്റാറും ഒന്നെത്തുമ്പോൾ 3 പിന്നെ ഒന്നെത്തുമ്പോൾ റമദാൻ കരീം എഴുതി കൊടുത്തു കേട്ടോ. റമദാൻ കരീം എഴുതിയത് ഗോൾഡും മറ്റേത് 2 സിൽവറുമാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇത് സിംഗിൾ ബോട്ടിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ ബോട്ടിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു വലിയ ബോട്ടിൽ മേലായാലും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഞാനിത് പെട്ടെന്ന് ചെയ്തെടുത്താണ്, അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്ക് നാളത്തെ റമദാനും ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ക്യാൻഡിലിൻ്റെ മുന്നിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. രാത്രി ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ വെളിച്ചമൊന്നും വരാതെ ഇതിൻ്റെ ഇവിടെ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആയിരിക്കും. ഇത് ഞാൻ ഡേ ടൈമിലാണ് എടുത്തത്, അതുകൊണ്ട് അത്ര കണ്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അതുപോലെ ഹറിബറിയായി ചെയ്തതിൻ്റെ പോരായ്മകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.